നമുക്കൊരു മടിയൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് കിച്ചണിൽ കയറി പണിയെടുക്കാനേ മടിയാണ് ഗൈസ്. ഇവിടെ ടെമ്പറേച്ചർ വന്നിട്ട് 2 ഡിഗ്രി വരെ താന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സ്പൈസസ് എടുക്കാം. ഞാനിവിടെ 2 ബേ ലീവ്സ്, 5 ഏലക്ക, 5 ഗ്രാമ്പ്, 2 കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് അതിലേക്ക് ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, 2 ഇറച്ചിമുളക് കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ചേർത്ത ചിക്കൻ ആയതുകൊണ്ട് കുക്കറിൽ അടി പിടിക്കാതിരിക്കാനാണ് ഈ 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് 2 വിസിലടിച്ച് വെക്കും. ഇവിടുത്തെ ചിക്കൻ അത്യാവശ്യം വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 2 വിസിലടിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ച് വിസിലടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 4.5 കപ്പ് വെള്ളം അളന്നൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. 3 കപ്പ് അരിക്കാണ് 4.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോഴത്തേക്ക് അരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് ഒരേ ഒരു വിസിലടിക്കുക. വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഫുള്ള് വിസിലൊക്കെ പോയതിന് ശേഷം തുറക്കുക കേട്ടോ. തുറന്ന് നമ്മളിങ്ങനെ ഫോർക്ക് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇളക്കുമ്പോഴത്തേക്ക് ഇതാ കണ്ടില്ലേ, ഒരരി പരസ്പരം ഒട്ടാത്ത നല്ല അടിപൊളി മടിയൻ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സലാഡും പപ്പടവും അച്ചാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് മടിയൻ ബിരിയാണി കഴിക്കട്ടെ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.